പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ വിശുദ്ധയെ പരിചയപ്പെടുകയാണ്. വിശുദ്ധ ജമ്മ ഗൽഗാനി. കാവൽ മാലാഖമാരോട് സംസാരിച്ച് പഞ്ചക്ഷതധാരിയായ ഒരു വിശുദ്ധ ജനിച്ചത് 1878 ഇറ്റലിയിലാണ്. ജമ്മയുടെ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ജമ്മയുടെ അമ്മ ഔറേലിയയാണ് ജമ്മയെ കൂടുതലും വിശ്വാസത്തിൽ വളർത്താനായിട്ട് പരിശ്രമിച്ചിരുന്നത്. ചെറുപ്പകാലം മുതൽ അമ്മ തൻ്റെ വിശ്വാസം പകർന്നു നൽകുവാനായിട്ടും മകളെ കൂടുതൽ പ്രാർത്ഥനയിൽ വളർത്താനൊക്കെ ആയിട്ട് പരിശ്രമിച്ചിരുന്നു. അങ്ങനെ അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ജമ്മ തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ ഉടനീളം പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിക്കൽ ജമ്മയുടെ ബാല്യകാലത്തിൽ തന്നെ ജമ്മയുടെ അമ്മയ്ക്ക് ആകസ്മികമായിട്ട് ഒരു രോഗം പിടിപെടുകയാണ്. അങ്ങനെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ മരണത്തിന് മുമ്പ് മകളെ സ്ഥൈര്യലേപനം സ്വീകരിച്ചു കാണണമെന്നുള്ളത്. വിശുദ്ധ കുർബാന ആദ്യ കുർബാന കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന ഒരു കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പോൾ ഈ ഒരു സ്ഥൈര്യലേപനം മകളത് സ്വീകരിച്ച് കാണണമെന്നുള്ളത് അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമ്മ എത്രത്തോളം തൻ്റെ മകള് വിശ്വാസത്തിൽ വളരണമെന്ന് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ജമ്മയുടെ സ്ഥൈര്യലേപനത്തിന് ശേഷം ജമ്മയുടെ അമ്മ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് ജമ്മയ്ക്ക് 7 വയസ്സാണ് പ്രായം. ഇതിനുശേഷം ജമ്മയുടെ കാര്യങ്ങളെല്ലാം ജമ്മയുടെ പിതാവാണ് നോക്കിയിരുന്നത്. ജമ്മയുടെ അപ്പൻ മക്കളെ ഒരു കോൺവെൻറ്റ് സ്കൂളിലാക്കുകയും തുടർന്നുള്ള വിദ്യാഭ്യാസം അവിടെ നടത്തുകയും ചെയ്യുന്നു. ജമ്മയ്ക്ക് സഹോദരങ്ങളുണ്ടായിരുന്നു. ജമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിരുന്നു ജീനോ. ജമ്മ എപ്പോഴും കളിക്കാനും എല്ലാ സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ജീനോയെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ജീനോയായിട്ട് നല്ലൊരു ബന്ധം ജമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആകസ്മികമായിട്ട് ജീനോയ്ക്ക് പെട്ടെന്ന് ക്ഷയരോഗം പിടിപെടുകയും ഇതിനെ തുടർന്ന് ജീനോ മരണപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു മരണം ജമ്മയുടെ ജീവിതത്തിൽ വലിയ ആഘാതമുണ്ടാക്കി. ജമ്മയ്ക്ക് ഇത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ജമ്മയ്ക്ക് പെട്ടെന്ന് വിഷാദത്തിലേക്ക് വീണു പോവുകയും അതുകൂടാതെ തന്നെ മറ്റൊരു മാരകമായ ഒരു രോഗം ശരീരത്തിൽ പിടിപെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ജമ്മ നിരാശയിലായിരുന്നെങ്കിൽ പോലും പ്രാർത്ഥനയിൽ നിന്ന് അവൾ ശക്തി സ്വീകരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ജമ്മ കൂടുതലും പ്രാർത്ഥനയിൽ ആശ്രയിക്കുകയും അപ്പോൾ ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കണമെങ്കിൽ ഒരു സർജറിയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ജമ്മ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഈ ഒരു സർജറി ചെയ്യുമ്പോൾ എനിക്ക് അനസ്തേഷ്യ തരണ്ട, അല്ലാതെ തന്നെ സർജറി ചെയ്താൽ മതിയെന്ന് ജമ്മ വാശി പിടിക്കുമായിരുന്നു. അത്രത്തോളം സഹനങ്ങൾ സ്വന്തമായി ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധതയായിരുന്നു ആ ഒരു പ്രായം മുതൽ തന്നെ. നവംബർ 11 ജമ്മയ്ക്ക് തൻ്റെ അപ്പനെയും നഷ്ടപ്പെടുന്നു. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ജമ്മയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആരും തന്നെ ഭൂമിയിൽ ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പക്ഷേ ഈ അവസരങ്ങളിലെല്ലാം ജമ്മ പൂർണ്ണമായിട്ടും പ്രാർത്ഥനയിൽ ആശ്രയം വെച്ചുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ജമ്മ തൻ്റെ യുവത്വത്തിലേക്ക് കടക്കുന്നു. യുവതിയായ ജമ്മയെക്കുറിച്ച് പറയുന്ന അവൾ അതീവ സുന്ദരിയായിരുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കൽ ഒരു യുവാവ് വിവാഹ അഭ്യർത്ഥനയുമായിട്ട് ജമ്മയുടെ അടുക്കൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ ജമ്മ സ്നേഹപൂർവ്വം അത് നിരസിക്കുന്നുണ്ട്. കാരണം ജമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കണമെന്നുള്ള ആ ഒരു തീരുമാനമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ജമ്മയുടെ കുടുംബത്തിൽ ആരുമില്ല. ജമ്മയുടെ കുടുംബത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അത് ദാരിദ്ര്യത്തിലായിരുന്നു. പക്ഷേ ഈ വന്ന ഒരു ആലോചന എന്ന് പറയുന്നത് അതൊരു ധനിക കുടുംബത്തിലെ ഒരു യുവാവ് കൂടിയായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് വളരെ നല്ലൊരു യോജിപ്പോടെ പോകാൻ പറ്റിയ ഒരു വിവാഹമാണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും പറയുകയുണ്ടായി. പക്ഷേ ജമ്മയ്ക്ക് തൻ്റെ തീരുമാനം മാറ്റുവാനായിട്ട് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജമ്മ അവിടെ നിന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ഒരു വിവാഹ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് അവിടെ നിന്ന് ലൂക്കായിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. അങ്ങനെ ജമ്മ ലൂക്കായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് യാത്രയാവുകയാണ്. അവിടെ തൻ്റെ ഭവനത്തിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ ജമ്മയ്ക്ക് പെട്ടെന്ന് നട്ടലിനൊരു രോഗം പിടിപെടുന്നു.
കഠിനമായൊരു രോഗമായിരുന്നു. അവൾ വളരെയധികം വർഷങ്ങൾ ആ ഒരു കിടപ്പിലാവുകയും രോഗാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നട്ടലിൻ്റെ ഈ ഒരു രോഗബാധയെക്കുറിച്ച് ഡോക്ടർ വന്ന് അന്വേഷിക്കുമ്പോൾ പറയുന്നത് 12 സ്ഥലങ്ങളിൽ പൊള്ളിക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതി. അപ്പോൾ പൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ചികിത്സ ചെയ്യണം എന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സമയവും ജമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജമ്മ പറയുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അനസ്തേഷ്യ തരരുത്, അല്ലാതെ തന്നെ ചെയ്യാനായിട്ട് അവൾ ഡോക്ടറിനോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ചികിത്സ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും അതിൽ വലിയ ഫലപ്രാപ്തിയൊന്നും കണ്ടില്ല. അവൾ വീണ്ടും ആ ഒരു രോഗാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഇവളുടെ ഒരു രോഗാവസ്ഥ കണ്ടുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം നേടണമെന്നുള്ള ആഗ്രഹത്താൽ അവൾ ആയിരുന്ന കോൺവെൻറ്റ് സ്കൂളിലെ ആ ഒരു കോൺവെൻറ്റ് സ്കൂളിലെ സിസ്റ്റേഴ്സ് അവൾക്ക് വിശുദ്ധ മേരി അലക്കോക്കിൻ്റെ ഒരു നൊവേന പുസ്തകം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു പുസ്തകം വായിക്കാൻ അവൾക്ക് ആദ്യത്തെ ദിവസം സാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവൾ ഈ ഒരു നൊവേന തുടങ്ങി അടുത്ത ദിവസം തന്നെ ഗബ്രിയേൽ മാലാഖ വിശുദ്ധ ജമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഗബ്രിയേൽ മാലാഖ ജമ്മയോട് ചോദിക്കുന്നുണ്ട്, നീ ഈ രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ജമ്മ പറയും, ദൈവം അനുവദിക്കണം, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എനിക്ക് എനിക്ക് രോഗസൗഖ്യം വേണം, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അത് സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിൽ ജമ്മ മാലാഖയ്ക്ക് മറുപടി നൽകുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാലാഖ പറയും, നീ സുഖം പ്രാപിക്കുമെന്ന്. അങ്ങനെ ഈ ഒരു നൊവേന തുടങ്ങി അധികം താമസിയാതെ തന്നെ ജമ്മ പൂർണ്ണമായ ആരോഗ്യവതിയായി തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രോഗബാധിത ഇവൾ കിടപ്പിലായപ്പോൾ തന്നെ എല്ലാവരും അവൾ മരണപ്പെട്ടു പോകും എന്ന് തന്നെയാണ് ചിന്തിച്ചത്. അതിൽ നിന്നാണ് അവൾ യാതൊരു ചികിത്സയും കൂടാതെ തന്നെ പൂർണ്ണമായ രോഗസൗഖ്യത്തിലേക്ക് ജമ്മ കടന്നു വരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അവളുടെ ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റിക് അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനായി തുടങ്ങിയത്. അവൾക്ക് ദർശനങ്ങളും ആധ്യാത്മിക അനുഭവങ്ങളും പ്രത്യേകിച്ച് ആത്മീയ നിർവൃതിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇത്തരം മിസ്റ്റിക് അനുഭവങ്ങൾ അനുദിനം ജമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. ജമ്മയ്ക്ക് ഒരു സന്യാസിനിയാകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അതിനെ തുടർന്ന് അവൾ വിസിറ്റേഷൻ സഭയിൽ ചേരുന്നു. അവിടെ ചെന്ന് അവൾ വളരെയധികം വർഷങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് സന്യാസ വസ്ത്രം സ്വീകരിക്കാനായി. അങ്ങനെ അവൾ പ്രായശ്ചിത്തം, ജാഗരണം ഒക്കെയാണ് അവരുടെ സന്യാസ സഭയുടെ ജീവിത രീതി. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും വിശ്വസ്തയോടുകൂടി തന്നെ അവൾ അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ സന്യാസ വസ്ത്രം സ്വീകരിക്കേണ്ട സമയമായപ്പോൾ അവൾ അധികാരികളെ സമീപിച്ചപ്പോൾ അധികാരികൾ അവൾക്ക് ഒരു നോയാണ് പറഞ്ഞത്. അവളോടൊരു നോയ പറഞ്ഞു. കാര്യം അവർ പറഞ്ഞൊരു കാരണം ഇതാണ്, ജമ്മയ്ക്ക് കൂടെ അസുഖങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ നല്ല ആരോഗ്യം ഇല്ലാത്തതിനാൽ ഇവിടെ നിന്ന് സന്യാസ വസ്ത്രം സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ജമ്മയോട് ആവശ്യപ്പെടുകയാണ്. ഇത് ജമ്മയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കി. എങ്കിലും ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് അവൾ മുന്നോട്ട് പോയി. എന്നാലും അവളുടെ അന്വേഷണമൊന്നും അവൾ അവസാനിപ്പിച്ചില്ല. കാർമലൈറ്റ് സഭയിലും ക്ലാരമഠത്തിലും ഒക്കെ എല്ലാം അവൾ തനിക്ക് സന്യാസിനിയാകാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് ജമ്മയുടെ ജീവിതത്തിൽ മറ്റ് അനുഭവങ്ങളൊക്കെ, മിസ്റ്റിക് അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്, മറ്റുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നവ. അപ്പോൾ അതിൽ ഒന്നാണ് പഞ്ചക്ഷതങ്ങൾ. ഒരിക്കൽ ഒരു ജൂൺ മാസം തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസം ജമ്മ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് പഞ്ചക്ഷത അനുഭവം ഉണ്ടാവുകയാണ്. അതായത് പഞ്ചക്ഷതം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ പോലെ കൈകളിലും കാലുകളിലും ഹൃദയത്തിലുമൊക്കെ ഇതുപോലെ മുറിവുകൾ ഇവർക്കും മറ്റുള്ള ഇതുപോലെ പ്രാർത്ഥന അനുഭവത്തിലായിരിക്കുന്നവർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പല മിസ്റ്റിക്കുകൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് വിശുദ്ധർക്കൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ, സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി പോലെയുള്ള വിശുദ്ധർക്ക്, മറിയം ത്രേസ്യ, അങ്ങനെ പല വിശുദ്ധർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ജമ്മയ്ക്കും. അങ്ങനെ ജമ്മയ്ക്ക് പെട്ടെന്ന് പഞ്ചക്ഷത അനുഭവങ്ങളുണ്ടായി. അങ്ങനെ കൂടുതൽ അവൾക്ക് ഈശോയോട് അടുക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചു. ഈ ഒരു പഞ്ചക്ഷതം അവൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈശോ ദർശനത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഞാൻ ഈ ദിവസം എൻ്റെ തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസം നിനക്കൊരു സമ്മാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അതെന്തായിരിക്കുമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ഈ ഒരു പഞ്ചക്ഷതമായിരുന്നു ഈശോ അവൾക്ക് നൽകിയ സമ്മാനം.
അതിനെ ഈശോയുമായിട്ട് ഒന്നായി ചേരുവാനായിട്ട് കൂടുതൽ സഹനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ തുടരുവാനായിട്ട് ജമ്മയ്ക്ക് ഇതുവഴി സാധിച്ചു. അവൾക്ക് ഈ ഒരു പഞ്ചശതം ലഭിച്ചെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാനോ കാണിക്കാനോ അവൾ പരിശ്രമിച്ചില്ല. പരമാവധി അത് രഹസ്യമായിട്ട് വയ്ക്കാനായിട്ടാണ് ജമ്മ ആഗ്രഹിച്ചത്. പക്ഷേ ജമ്മയുടെ ദേഹത്ത് ഇതുപോലെ പ്രകൃതിയാതീതമായിട്ടുള്ള ഇതുപോലത്തെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു സംസാര വിഷയമാകാൻ തുടങ്ങിയപ്പോൾ സഭാധികാരികളുടെ കണ്ണിൽ പെട്ടു തുടങ്ങിയപ്പോൾ ഇത് കൂടുതൽ പരിശോധന വിധേയമാക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ജമ്മയുടെ ഈ പഞ്ചശത അനുഭവം സഭാധികാരികൾ പരിശോധന വിധേയമാക്കിയപ്പോൾ കണ്ടെത്തിയത് ഇത് തീർച്ചയായും ഇത് ദൈവിക ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു ഈ ഒരു ഗവേഷണത്തിലൂടെ കണ്ടെത്തിയെങ്കിലും ഒരു വൈദികൻ മാത്രം ഇതിനെതിരെ വളരെ ശക്തമായി നിന്നു. ഇത് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ തന്നെ അദ്ദേഹം തുടർന്നു. അങ്ങനെ ഇത് മറ്റുള്ളവരെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മറ്റുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങി. അങ്ങനെ സാവധാനം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ദൈവിക ഇടപെടലിലുണ്ടായ ഈ ഒരു അനുഭവം ഇത് ശരിയായിട്ടുള്ളതല്ല അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുമൊക്കെ സാവധാനം വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഈശോ തന്നെ ഈ വൈദികന് ഒരു അടയാളം കാണിക്കാനായിട്ട് പറയുന്നുണ്ട്, അടയാളം നൽകാമെന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ അതിൻ്റെ ആ ഒരു അടയാളം ഇങ്ങനെയായിരുന്നു. ജമ്മ ഒരിക്കൽ പ്രാർത്ഥനയിൽ, പക്ഷേ ഇത് മറ്റാർക്കും കാണാൻ സാധിക്കില്ല, പക്ഷേ വൈദികന് മാത്രമേ മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈശോ പറയുക. അങ്ങനെ ഒരു ദിവസം ജമ്മ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് പഞ്ചശത അനുഭവം വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ വൈദികൻ അവിടെ കടന്നു വരികയും ജമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പഞ്ചക്ഷത ഒരു തൂവാല വെച്ച് തുടയ്ക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്നുണ്ട്. അങ്ങനെ ഇതൊരു അത്ഭുതമാണ്. കാര്യം വലിയൊരു മുറിവ് കയ്യിൽ കാണുമ്പോൾ ഒരു തുണി വെച്ച് തുടച്ചപ്പോൾ തന്നെ അത് കാണാതാകുന്നു. അങ്ങനെ ഈ ഒരു അടയാളത്തിലൂടെ തന്നെ ആ വൈദികനും ഇത് ശരിക്കും ദൈവിക ഇടപെടലിലുണ്ടായ ഒരു സംഭവമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ നിലപാടുകളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മാനസാന്തരപ്പെട്ട് അതെല്ലാം മാറ്റി ശരിയായ ആ ഒരു ബോധ്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നുണ്ട്. വളരെയേറെ സുഹൃത ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ജമ്മ ഗൽഗാനി. ജമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിസ്വാർത്ഥത, പ്രാർത്ഥന, ഇവയൊക്കെ ജമ്മയുടെ ജീവിതത്തിലെ പുണ്യങ്ങളായിരുന്നു. മറ്റുള്ളവരോട് ഏറ്റവും സഹാനുഭൂതിയോടെ പെരുമാറാനും ജമ്മ ശ്രദ്ധിച്ചിരുന്നു. ജമ്മയുടെ പുണ്യങ്ങളിൽ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്നതും ജമ്മ പറയുന്നതുമായ ഒരു കാര്യം ഇതാണ്: മറ്റ് ഏത് പുണ്യത്തെക്കാളും ഏറ്റവും വലിയൊരു പുണ്യമെന്ന് പറയുന്നതാണ് എളിമ. ഈ ഒരു എളിമയായിരുന്നു ജമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കണ്ടിരുന്നത്, തെളിഞ്ഞു നിന്നിരുന്ന ഒരു സുഹൃതം എന്ന് പറയുക. പിന്നെ ജമ്മയുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത, എടുത്തു പറയാൻ പറ്റിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജമ്മയ്ക്ക് കാവൽ മാലാഖമാരെ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ കാവൽ മാലാഖയുണ്ട്. പക്ഷേ എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നു, പക്ഷേ ഇതുപോലെ മറ്റൊരു വിശുദ്ധയ്ക്കും, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി എന്ന് പറയുന്ന മറ്റൊരു വിശുദ്ധയ്ക്കും അങ്ങനെ പലർക്കും ഇതുപോലെ തങ്ങളുടെ കാവൽ മാലാഖമാരെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ജമ്മയുടെ ജീവിതത്തിൽ. ജമ്മയ്ക്ക് കാണുവാൻ മാത്രമല്ല, ആ കാവൽ മാലാഖയോട് സംവദിക്കുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും അതോടൊപ്പം പല കാര്യങ്ങളിലുമൊക്കെ സഹായം ചെയ്യുന്നത്, കാവൽ മാലാഖ സഹായം ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണുവാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ കാവൽ മാലാഖയോടൊപ്പം വളരെ സന്തോഷപൂർവ്വം അനുയാത്ര ചെയ്ത ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജമ്മ ഗൽഗാനി. ജമ്മയുടെ കാവൽ മാലാഖയുമായിട്ടുള്ള സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഇടപെടലിൽ പറയുന്ന ചില സംഭവങ്ങളിൽ ഒന്നിതാണ്. ജമ്മയ്ക്ക് ചില സമയത്ത് ഇങ്ങനെ കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്ത് അതിനായിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് വിടാനായിട്ട് ജമ്മയുടെ കയ്യിൽ പലപ്പോഴും പൈസ ഉണ്ടാവില്ല, സ്റ്റാമ്പിനുള്ള പൈസ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ജമ്മ കത്തെഴുതി ഇങ്ങനെ എല്ലാം കവറെല്ലാം ഒട്ടിച്ച് അവിടെ വയ്ക്കുമ്പോൾ ജമ്മയുടെ കാവൽ മാലാഖ തന്നെ ആർക്കാണോ കൊടുക്കേണ്ടത് ആ വ്യക്തിക്ക് കൊണ്ടുപോയി കത്തുകൾ കൊടുക്കുമായിരുന്നു കൃത്യമായിട്ട്. അങ്ങനെ പലപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ ജമ്മയുടെ കത്തുകളിൽ കൊണ്ടുപോയി മറ്റേ ആളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യമൊക്കെ ചെയ്തിരുന്നത് ജമ്മയുടെ കാവൽ മാലാഖയാണ്. അതുപോലെ തന്നെ ജമ്മ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം
ജമ്മയുടെ കാവൽ മാലാഖ കൂടെ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കും. ജമ്മയോടൊപ്പം ഓരോ കാര്യങ്ങളും ജമ്മയോടൊപ്പം അനുയാത്ര ചെയ്യുന്നതെല്ലാം ജമ്മയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ചിലപ്പോഴൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു വെളിച്ചം, ഒരു പ്രകാശം പോലെ ആയിരിക്കും ആദ്യം വരുമ്പോൾ കാണുക. പിന്നെ ഒരു വ്യക്തിയെപ്പോലെ ജമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നത് ജമ്മയ്ക്ക് കാണുവാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഒരിക്കൽ ജമ്മ ഇതുപോലെ മറ്റൊരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോയി. ജമ്മയോടൊപ്പം ഒരു കൂട്ടുകാരിയുമുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് വേറൊരു സ്ഥലം സന്ദർശിക്കാനായിട്ട് എത്തിയപ്പോൾ, ഒരു ഭവനം സന്ദർശിക്കാൻ എത്തിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരൊക്കെയാണ് വന്നതെന്ന്. അപ്പോൾ ജമ്മ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് വന്നതെന്ന് പറയും. പക്ഷേ ആ വ്യക്തി നോക്കുമ്പോൾ 2 പേരെ കാണുന്നുള്ളൂ. അപ്പോൾ ജമ്മ പറയും, ഒന്നെൻ്റെ കാവൽ മാലാഖയാണ്. അപ്പോൾ അവൾക്ക് കൃത്യമായിട്ട് കാവൽ മാലാഖയെ കൂടെ കാണാമായിരുന്നു, സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. പല ആവശ്യങ്ങളും ജമ്മയുടേതെല്ലാം നിറവേറ്റി കൊടുത്തിരുന്നത് ഈ കാവൽ മാലാഖയാണ്. മറ്റൊരു പ്രശ്നം ജമ്മയുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നത് ജമ്മ നേരിട്ട പ്രലോഭനങ്ങളാണ്. ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെട്ട അനേകം പേരുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഇതുപോലെ ധാരാളം പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ജമ്മയുടെ ജീവിതത്തിലും. ജമ്മയ്ക്ക് പല അവസരങ്ങളിലും ജഡികമായ ചിന്തകളും വികാരങ്ങളുമൊക്കെ തോന്നിയിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവൾ അതിനെ അതിജീവിക്കാനായിട്ട് വളരെയധികം പരിശ്രമിച്ചിരുന്നു. അവളേറെ പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, സുഹൃത ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാനായി പിശാച് വിവിധ രീതിയിലുള്ള പരീക്ഷണങ്ങൾ, ഇതുപോലെ ഉള്ള പ്രലോഭനങ്ങൾ അവളുടെ മുന്നിൽ എപ്പോഴും കൊണ്ടുവന്ന് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അവളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അതിലൊന്നും വീണു പോകാതെ ജമ്മ കൂടുതൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും കൂടുതൽ ഈശോയോട് ചേർന്നിരിക്കുവാനൊക്കെ ആയിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എപ്പോഴും ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അവസാന വിജയം ജമ്മയുടെ ഭാഗത്ത് തന്നെ നടന്നിരുന്നത് എന്നാണ് പറയപ്പെടുക. അപ്പോൾ ജമ്മയുടെ ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാന വിജയം എപ്പോഴും കുരിശിൽ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ജമ്മ ഏറ്റവും ധൈര്യപൂർവ്വം തനിക്ക് നേരിട്ടിരുന്ന പ്രലോഭനങ്ങളെല്ലാം ഈശോയോടൊപ്പം തരണം ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ കണ്ടു, ജമ്മ സന്യാസിനി ആകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന്. വിസിറ്റേഷൻ കോൺവെൻറ്റിൽ ചേരാനൊക്കെ ആയിട്ട് അവൾ പോയി. പക്ഷേ അവിടെയൊന്നും പ്രവേശനം ലഭിച്ചില്ല. അങ്ങനെ ആ ആഗ്രഹം വീണ്ടും ജമ്മയുടെ ഉള്ളിൽ ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു, തനിക്ക് സന്യാസിനി ആകണമെന്നുള്ളത്. പക്ഷേ ഒരു സന്യാസ സഭയിലും അവൾക്ക് പ്രവേശനം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ മാതാവ് ഉണ്ണീശോയുമായി അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവൾക്ക് ഒരു മോതിരം, എൻഗേജ്മെൻറ്റ് റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു മോതിരം അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദൈവം നേരിട്ടിറങ്ങി വന്ന് അവളോട് ഇടപെട്ട ദൃശ്യമായ ഒത്തിരി അടയാളങ്ങൾ വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈശോയുമായുള്ള ആ ഒരു ബന്ധം അതിലൂടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുടർന്നുള്ള ജമ്മയുടെ ജീവിതം ഈശോയുടെ മണവാട്ടിയായിട്ട് തുടർന്ന് ജീവിക്കുകയാണ്. പിന്നീട് നമ്മൾ ജമ്മയുടെ മരണം അടുക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മരണം അടുക്കുന്ന ആ സമയത്തും ഏകദേശം 3 മണിക്കൂർ മുമ്പ് ജമ്മയുടെ ശരീരത്തിൽ വീണ്ടും പഞ്ചശതങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ഈ ഒരു 3 മണിക്കൂർ അവൾ കഠിനമായ വേദനയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ അവൾക്ക് മറ്റൊരു രോഗം പിടിപെട്ട് അത് മൂർധന്യാവസ്ഥയിലെത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ വേദനകളും കൂടെ ഒരുമിച്ച്, സഹനങ്ങളെല്ലാം അവൾ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് അവളുടെ ആ ഒരു അന്ത്യനിമിഷങ്ങൾ അവൾ പൂർത്തീകരിക്കുകയാണ്. അന്ന് അതൊരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവളുടെ രോഗം നന്നായി കൂടി നല്ല മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. പിന്നീട് ശനിയാഴ്ച അന്നത്തെ ദിവസം അവളുടെ ഈ രോഗം മരണാവസ്ഥയിലെത്തുന്ന സമയത്ത് അവൾക്ക് അന്ത്യകൂദാശ നൽകുകയും അവൾ മരണത്തിലേക്ക് സാവകാശം വീഴുകയും ചെയ്യുന്നു. ഈ ഒരു സമയം അവളെ ഒരു സ്വർഗീയമായ പ്രഭ വലയം ചെയ്തു എന്നാണ് പറയപ്പെടുക. അങ്ങനെ തൻ്റെ 25 വർഷം ഭൂമിയിലുണ്ടായിരുന്ന ആ ഒരു 25 വർഷം വളരെ പുണ്യപൂർണമായൊരു ജീവിതം നയിച്ചുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ
യുവതികൾ ആയിരിക്കേണ്ട അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഏറെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ആയിരുന്നുകൊണ്ട് തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം ഏറ്റവും വിശ്വസ്തയോടുകൂടി ഈ ഒരു ലോകത്ത് ചെയ്ത് പൂർത്തിയാക്കി 25-ാമത്തെ വയസ്സിൽ ഏറെ സന്തോഷത്തോടെ ജമ്മ ഗൽഗാനി ഈശോയുടെ കരങ്ങളിലേക്ക് യാത്രയാകുന്നു. 1903 ഏപ്രിൽ 11-ാം തീയതിയാണ് ജമ്മയുടെ മരണം സംഭവിക്കുന്നത്. ഇതുപോലെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ വളരെ ചുരുങ്ങിയതാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയം നമുക്ക് ഈ ഒരു ലോകത്തിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു ചുരുങ്ങിയ സമയം ദൈവത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നൽകിക്കൊണ്ട് ഏറ്റവും വിശ്വസ്തയോടുകൂടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.